ഇപ്പോൾ ഫയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, റിട്ടയർ ഏർലി. ഈ ഒരു കോൺസെപ്റ്റ് ഒരുപാട് പേര് വിശ്വസിക്കുകയും ഒരുപാട് പേര് അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ്, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസിൽ ജോയിൻ ചെയ്തൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്നാണ് നിങ്ങൾ റിട്ടയർമെൻറ്റ് പ്ലാൻ? കുട്ടിക്ക് 22 വയസ്സാണ് ഇപ്പോൾ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു 35 വയസ്സാകുമ്പോഴത്തേനും റിട്ടയർ ചെയ്യണം ഇതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ശരി 35 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ കോർപ്പസ് വേണ്ടി വരും? അതൊന്നും അറിയില്ല കുട്ടിക്ക്. ആ കുട്ടിക്ക് അറിയുന്നത്, അതായത് ഇത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ്. 35 വയസ്സ്, അതായത് ഏർലി റിട്ടയർമെന്റ്, ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് റിട്ടയർ ചെയ്ത് ബാക്കി കാര്യങ്ങൾ നമുക്ക് ബാക്കിയുള്ള സമയം എൻജോയ് ചെയ്യാനും ജീവിതം ആസ്വദിക്കാനുമുള്ളതാണെന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ്. പക്ഷേ ഇവർക്ക് അറിയാത്തൊരു കാര്യം, എത്ര രൂപ ഉണ്ടെങ്കിലാണ് സേഫായിട്ട് നമുക്കൊരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അവിടെ 22 വയസ്സായ ഒരു കുട്ടിക്ക് 35 വയസ്സോ അല്ലെങ്കിൽ 40 വയസ്സോ ആകുന്ന സമയത്ത് ഒരു വലിയൊരു കോർപ്പസ് ബിൽഡ് ചെയ്തിട്ട് റിട്ടയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു കുട്ടി ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, ഈ ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യാൻ. അപ്പോൾ ഈ കോർപ്പസ് ഇത്ര ഒരു ഷോർട്ടർ പീരീഡിൽ ഈ കോർപ്പസ് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നോട്ട് ഒരു ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഈ എൻഡിൽ വരുമ്പോൾ അവിടെ അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ഏർലി സ്റ്റേജസിൽ റിട്ടയർമെന്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെക്കുറിച്ച് അവെയർ അല്ല ആളുകൾ. അവർക്ക് റിട്ടയർമെന്റ് വേണം, ഇതൊക്കെ ശരി, പക്ഷെ എത്ര ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് ഈ പറയുന്ന സമയത്തേക്കും റിട്ടയർമെന്റ് എടുക്കാൻ പറ്റും, അതായത് ഇപ്പോഴത്തെ ഈ ഒരു സെയിം ജീവിത നിലവാരം വെച്ച് പുലർത്താൻ. അപ്പൊ അതിനെക്കുറിച്ച് അവെയർ അല്ല. അപ്പോൾ തീർച്ചയായും അതിനെക്കുറിച്ച് അവെയർ ആവുമ്പോഴാണ് ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്യണമെന്നും എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്നും. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.